ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുടെയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയിലേക്കുള്ള ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യോട് കൂടിയ ബീഫാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ആ ബീഫിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വാടാൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. പിന്നെ സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവയൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 4 തക്കാളി, പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എന്നിവ ചതച്ചതാണ് ചേർത്തത്. 1 kg ബീഫും 1 kg റൈസുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 kgയുടെ ഒരു റെസിപ്പിയാണിത്. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവിൽ വ്യത്യാസപ്പെടുത്താം. ഞാനിവിടെ കാണിക്കുന്നത് 1 kgയുടെ റെസിപ്പി കൂടിയാണ്. പിന്നെ നമുക്കിത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്നതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നുമില്ലായിരുന്നു, ഒരു പാകത്തിനുള്ള വെള്ളമായിരുന്നു. ഇത് ബീഫ് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവിലുള്ള തൈരാണ്. ആ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഗീ റൈസാക്കി തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അത് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം മസാലയുടെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും ഗീയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിതൊരു 1/2 മണിക്കൂർ ടൈം നമുക്ക് ദം ചെയ്തെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ദം ചെയ്യുന്ന ടൈമിലും ഞാൻ കുറച്ചും കൂടെ നെയ്യും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ബദാമും, ഞാൻ ഇവിടെ കാഷ്നട്ടല്ല എടുത്തിരിക്കുന്നത്, എൻ്റെ കയ്യിൽ കാഷ്നട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത്. അതും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയും റൈസും വേർതിരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം എന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.